ഹായ് ഫ്രണ്ട്സ്, +1 സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരാം. അല്ലെങ്കിൽ വേണ്ട, ഒരു ചേച്ചി തരുന്ന അഡ്വൈസ് ആയിട്ട് കൂട്ടിയാൽ മതി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 10th സ്റ്റേറ്റ് സിലബസ് പഠിച്ച് 11th വരുന്ന ഒരു കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. ഇതിൻ്റെ മെയിൻ റീസൺ SCRTയിൽ നിന്നും NCRTയിലേക്കുള്ള ഷിഫ്റ്റാണ്. ഈ ഒരു ഷിഫ്റ്റുമായി നിങ്ങൾ അഡാപ്റ്റായി പോയില്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക്സിനെ അത് ബാധിക്കും. നിങ്ങളുടെ എയിം എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ട് റീഡ് ചെയ്യണം. ഇനി നിങ്ങൾ ബോർഡ് എക്സാം ബേസ് ആക്കിയാണ് പഠിക്കുന്നതെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്നല്ല, നിങ്ങൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഏതായാലും നിങ്ങൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ടുപോകരുത്. അസൈൻമെൻറ്റ്സൊക്കെ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങളുടെ CE മാർക്കിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷന് പോകണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഓൺലൈൻ ക്ലാസ്സസ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം +1 +2 ടോപ്പിക്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ, പക്ഷേ നല്ലൊരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് സബ്ജക്ട്സിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ലാംഗ്വേജിനും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നിങ്ങളുടെ ഓവറോൾ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യും. +1 കയറിയപ്പോൾ മുതൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയ കാര്യമായിരിക്കും +2നെക്കാട്ടിലും മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി +1 ആണെന്ന്. അത് സത്യമാണ്. കാരണം +2 റെക്കോർഡ്, ലാബ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ ടൈം കുറേ റെക്കോർഡ് വരച്ചു എഴുതിയൊക്കെ അങ്ങ് തീരും. സോ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നത് +1 ആണ്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. പരമാവധി പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുന്ന രീതി ഒഴിവാക്കാൻ നോക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനായിട്ടുണ്ട്. +1 +2 ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്. സോ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിച്ചാൽ തീരാവുന്നതല്ല നിങ്ങളുടെ പോർഷൻസ്. സോ അതുകൊണ്ട് ആദ്യം മുതലേ നല്ലതുപോലെ പഠിച്ചോളണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. അതിൻ്റേതായ പ്രോബ്ലംസ് ഈ വീഡിയോയ്ക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ.